അന്വേഷിക്കാം. നീ കണ്ടില്ലേ, ഇത്രയും നേരം അവൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മളെ കണ്ടിട്ട് അവൻ ഇവിടുന്ന് ഓടിയതായിരിക്കോ? അങ്ങനെ ആവാനാണ് സാധ്യത. ഏയ്, അതൊന്നും ആവില്ല. അവനെ ഇവിടെ എവിടെയെങ്കിലും തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. എടാ ബ്ലേഡ് രാജേഷേ, മര്യാദക്ക് ഇറങ്ങി വരുന്ന നിനക്ക് നല്ലത്. ഈ രമ്യ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ കാരണം ഒരു പാവം ചെറുപ്പക്കാരൻ ഇപ്പൊ ജയിലില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. പ്ലീസ്, ഞങ്ങൾ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൻ വരാൻ പോകുന്നില്ല ഹൃതികൻ. സകല അടവും പഠിച്ച ഫ്രോഡല്ലേ അവൻ. വാ, നമുക്ക് ഈ പരിസരത്തെല്ലാം തിരയാം. അവൻ ഓടുന്നു. കഴുത്തിൽ വീണ കുരുക്ക് തന്നെയാ. അതിനു മുകളിൽ അന്വേഷണം നടത്താൻ നീയൊക്കെ ആരാ? CBI-യോ അതോ എൻഫോഴ്സ്മെന്റോ? നീ എന്റെ സബോർഡിനേറ്റാ, അത് ഓർത്തോണം. തൊപ്പി ഞാൻ തെറിപ്പിക്കും. നടക്കില്ല സർ. എന്ന് എന്റെ തൊപ്പി തെറിപ്പിക്കാൻ സാറ് നോക്കിയാൽ നടക്കില്ല എന്ന്. എന്തിന്റെ പിൻബലത്തിലാ നിന്റെ ഈ നെകളിപ്പ്? നിന്റെ അവിടത്തെ കോളനിയിലെ അന്നന്നത്തെ അന്നത്തിന് മാനം നോക്കുന്ന ദരിദ്രവാസികളുടെയോ അതോ ഏതെങ്കിലും ലോക്കൽ രാഷ്ട്രീയ നേതാവിന്റെയോ? അതുമല്ലെങ്കിൽ അന്നിവിടെ വന്നു കയറിയ ആ ഉണക്ക വാർഡ് മെമ്പറിന്റെയോ? ഋതിക മാഡം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വർമ്മ സാറിന്റെ മോൾ. ഓഫീസർ, മാഡം, നിങ്ങൾ ചുവപ്പ് നാടിയിട്ട് കുടുക്കിയ കേസുകളുടെ കൂട്ടത്തിൽ ഇനി രാജുവിന്റെ പേരുണ്ടാവാൻ പാടില്ല. ഒപ്പം ഇല്ലാത്ത ആക്സിഡന്റ് സൃഷ്ടിച്ചതിനും കള്ളക്കേസ് വഴി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ മാത്രമല്ല, ഇയാൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെ എല്ലാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ മകൾ ഋതിക വർമ്മയായി പറയുന്നത്. അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണോ ഞാൻ? വേണ്ട വേണ്ട വേണം. എങ്കിൽ എല്ലാം പറഞ്ഞതുപോലെ നടക്കണം. ശരി വേണം, ചെയ്യാം വേണം. രമ്യ, പിന്നെ വേറൊരു കാര്യം. എന്താ മേഡം? ന്യായത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് മഞ്ജു ചേച്ചിക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഉണ്ടാകരുത്. ശരി മേഡം. ചേച്ചിയെ ഒരു നോട്ടും കൊണ്ടുപോലും വേദനിപ്പിച്ച തെറിക്കുന്നത് നിങ്ങളുടെ തൊപ്പിയായിരിക്കും. പക്ഷേ ഇപ്പൊ അവൾ ഇവിടെ ഇല്ല അല്ലേ? എവിടെ അവള്? തന്നിഷ്ടത്തിന് അവൾ എവിടേക്കാ പോയത്? ഞാൻ പറയാം പ്രതാപ. അമ്മ ഇല്ലാത്ത കുട്ടിയാണല്ലോ എന്ന് കരുതി ഞാനും അവളെ ഒരുപാട് ലാളിച്ചു. അവളുടെ ചെയ്തികളൊക്കെ കുസൃതികളായി കണ്ട് ഞാനും ചിലതൊക്കെ നിന്നോട് മറച്ചു വെച്ചു. പക്ഷേ അവൾ അതിരി വിടുകയാ. നിന്നെ ധിക്കരിച്ച് തനിയെ കാറെടുത്ത് ആക്സിഡന്റ് ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് വീണ്ടും അവള് പോയിരിക്കുക. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? വീണ്ടും എന്ത് പുകലുണ്ടാക്കാനാ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നേ? മറ്റൊന്നിനുമല്ല,
രാജുവിനെ നിരപരാധിയാണെന്ന് തെളിയിച്ച് അവൾക്ക് അവനെ ജയിൽ മോചിതനാക്കണം പോലും. രാജുവിനെ ജയിൽ മോചിതനാക്കാനോ? അതെ പ്രതാപ, ഒരു മന്ത്രിയുടെ മകളാണെന്ന് പോലും മറന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ജോലിക്കാരന് വേണ്ടി അപേക്ഷിക്കാൻ പോയിരിക്കുക അവള്. പുറത്തറിഞ്ഞ നിനക്കല്ലേ അതിന്റെ അപമാനം? അപ്പോ അവള് രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമോ? എന്താ പ്രതാപ ഇത്? അവള് കാണിച്ച ധിക്കാരമല്ലേ? കണ്ടോ അമ്മ, ചേച്ചിയെ ഈ അമ്മായിക്ക് എപ്പോഴും കുറ്റക്കാരിയാക്കണം. അതാണല്ലോ അവരുടെ ജന്മോദ്ദേശം. അവള് വലിയ തെറ്റാ ചെയ്തത്. അതിന് പിന്നാലെ ആരോടും പറയാതെ വീടിന് പുറത്തു പോയി വീണ്ടും തെറ്റ് ചെയ്തു. അവള് പോലീസ് സ്റ്റേഷനിൽ പോയതും തെറ്റാ. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നില്ല ചേച്ചി. ഇത്തവണ അവള് ചെയ്തത് തെറ്റായി എനിക്ക് തോന്നാത്ത എന്താ ചേച്ചി? ഒരു മിനിസ്റ്ററായ എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യം അവളെ കൊണ്ട് സാധിക്കുമോ? തന്നിഷ്ടത്തിന് ഉറച്ച തീരുമാനത്തിൽ സ്വയം ജയിലിലേക്ക് പോകാൻ തയ്യാറായ രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ പോയില്ല. എനിക്കതിന് തോന്നിയില്ല. പക്ഷെ